ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പാർട്ട് 2. കഴിഞ്ഞ ദിവസത്തെ ഇത് തീർന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് എടുക്കുന്നത്. ഫ്രം കേഴ്സസ് ടു ബ്ലെസ്സിങ്. കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മളെ ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. ശാപം എത്ര വലുതെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. അവയെല്ലാം അഴിച്ചു മാറ്റുന്ന ദൈവം നമ്മുടെ കൂടെ വന്ന് നിന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം കൊണ്ടാണ് നമ്മൾ നേരിടുന്നത്. ദൈവം രണ്ടും അനുഗ്രഹവും ശാപവും നാവ് കൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ പിശാചോ ദുഷ്ടനോ വല്ലതും ശപിച്ചിട്ടുണ്ടെങ്കിൽ കാരണം കൂടാതെയുള്ള ശാപം പറ്റത്തില്ല എന്ന് നമ്മുടെ മനസ്സിൽ ആദ്യമേ തറയ്ക്കണം. പിന്നെ പിതാക്കന്മാർ ചെയ്തതാണെങ്കിൽ ഒരു ഫെമിലിയർ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. പിതാക്കന്മാരിൽ കൂടെ കയറി വരുന്ന ഒരു ദുരാത്മാവ്. അത് മിക്ക കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അത് നമ്മൾ പറയുമ്പോൾ അവൻ അഴിഞ്ഞു പോകും. ആരെങ്കിലും ഒരാൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, സൗഹൃദം, സ്നേഹം, ബഹുമാനം, ചലനം, ഐക്യത, വിശുദ്ധി, ഇതെല്ലാം വരണം നമുക്ക് ഡെലിവറൻസ് മിനിസ്ട്രിക്ക്. അപ്പം ആദ്യത്തെ പോയിൻ്റ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കുക. അതായത് ദൈവം ചിന്തിക്കുന്ന പോലെ ഡെലിവറൻസ് മിനിസ്ട്രി ചെയ്യുന്നവർ ചിന്തിക്കണം. ഒന്ന്, ദൈവം നന്മ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അയ്യോ പിശാച് വലുതാണെന്ന് പറഞ്ഞ് ദൈവം ഓടിപ്പോത്തൊന്നുമില്ല. കേട്ടല്ലോ, ഈ പിശാച് വലുതാണ്. ആ വലിയ ഭാരമുള്ളപ്പോൾ നമുക്ക് വലിയ മിനിസ്ട്രി എടുക്കാൻ ഭാരമാണ്. പക്ഷേ അതിന് എക്യുപ്പ് ചെയ്ത ദൈവം വെച്ചിട്ടുണ്ട്. നമുക്ക് വയ്യ എന്ന് പറയുമ്പോൾ ദൈവം അതിന് വേറെ ആളിനെ കൊടുക്കും. വയലിൽ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്, നമ്മൾ ചോദിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജോലി നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ അനുഗ്രഹമാക്കി മാറ്റുക. ഏത് ശാപവും നമ്മൾ പറഞ്ഞ്, ഇപ്പം നമുക്ക് വലിയ കഴിവില്ലെങ്കിൽ ശാപമുണ്ടെങ്കിൽ തരിശായ ഭൂമിയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇത് പുണ്യഭൂമി, ഇത് ദൈവം തന്ന ഭൂമി, ദൈവദൂതന്മാർ കയറി ഇറങ്ങുന്ന ഭൂമി, ഇത് വിശുദ്ധ ഭൂമി, ഇത് വെള്ളം ഒഴുകുന്ന ഭൂമി, ഇവിടെ ജീവൻ തരുന്ന ഭൂമി. അതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ പേരിൽ നമ്മുടെ മക്കളുടെ ഹൃദയത്തെ പറയാമല്ലോ. നമ്മുടെ ഹൃദയം ഇത് വിശുദ്ധ ഹൃദയം, ഇത് ദൈവത്തിൻ്റെ ഹൃദയം, ദൈവം നട്ട ഭൂമിയാണിത്, ഇത് ആത്മാവിൽ ദൈവം നിയോഗിച്ച ഹൃദയമാണ്. ഇതിനകത്ത് നല്ല വൃക്ഷങ്ങളല്ലാതെ വഴുക്ക് വൃക്ഷം ഒന്നും തിരുത്തില്ല, ഒന്നും കിളുക്കത്തില്ല. തിന്മയെ വെട്ടിമാറ്റിയിട്ട് നന്മ മാത്രം ഉണ്ടാക്കുന്നതാണ് ഇത്. ഇതിൽ അസുഖം ബാധിക്കത്തില്ല. ഇത് ദൈവത്തിൻ്റെ തണലിൽ നിൽക്കുന്ന വൃക്ഷമാണ്. ഇവരുടെ ഹൃദയം, ഇവരുടെ ജീവനും, ദേഹം, ദേഹി, ആത്മാവ് ദൈവത്തിൻ്റെതാണ് എന്ന് നമുക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം. എത്ര നാൾ പറഞ്ഞിട്ടാണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നടക്കും. നമ്മൾ തമിഴ്നാട്ടിലെ ലാൻഡിലത് കണ്ടു. 3 മാസം പറഞ്ഞപ്പോഴത്തേക്ക് ദൈവം അത് ഏറ്റെടുത്തു. 90 ദിവസം കൊണ്ട് വിളവ് എടുപ്പിച്ചു തന്നു. അപ്പം അങ്ങനെ ഭൂമി കാണിച്ചു തന്നെങ്കിൽ അതിലെത്രയോ ഉപരിയായിട്ട് മനുഷ്യനിൽ ദൈവം ചെയ്യുമെന്നുള്ളത് ഒരുറപ്പ് തന്നെയല്ലേ? ഉറപ്പ് തന്നെയാണ്. ഒരു വിത്തിട്ടാൽ അത് കിളുക്കുമെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. വിത്ത് നല്ലതാണോ അഴുക്കാണോ ഇടുന്നതെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നല്ല വിത്ത് നല്ല നിലത്തിട്ടാൽ 100 മേനി ഉണ്ടാകും. നല്ല തേക്ക് നട്ടാൽ തേക്ക് തന്നെ ഉണ്ടാകുന്നു. മാവ് നട്ടാൽ മാങ്ങ ഉണ്ടാക്കി തരും. അതെല്ലാം നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും പ്ലാവാണെങ്കിൽ ചക്ക തരും. ഏതാണ് നീ നടുന്നത് അത് തരാതിരിക്കത്തില്ല. കാരണം ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതത് സസ്യങ്ങൾ ഉണ്ടാക്കുന്ന വിത്തുകളെയാണ് ദൈവം ഉണ്ടാക്കുന്നതെന്ന് വേദപുസ്തകത്തിൽ ആദ്യ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏതാണ് പ്രാധാന്യം കൊടുക്കുക? ശാപമാന്ന് ഞാൻ ഒരു കാര്യം കണ്ടിരിക്കുന്നു. ഈ ശപിക്കപ്പെട്ട കുടുംബങ്ങളെ ആ ദേശത്തുള്ളവരെല്ലാം പറയും ഒരു ശപിക്കപ്പെട്ട, പിന്നെ അവരാരും കേർത്ത് പോലില്ല. അപ്പോൾ എപ്പോഴും റീഇൻഫോഴ്സിങ് ആണ്. അതൊരു ശക്തിയല്ലേ ദുരാത്മാവിൻ്റെ. എന്നാൽ അവിടെ ശാപമൊന്നുമില്ല, അവിടെ അനുഗ്രഹമാണെന്ന് പറയാൻ തുടങ്ങിയ ഒരാൾ നിന്നാൽ ദൈവം വിടുതൽ വരും. ഒറ്റയാൾ മതി. ഐ റിമെമ്പർ എൻ്റെ വീട്ടിൽ, എൻ്റെ തന്നെ ഭവനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ ജീവിച്ചിരുന്ന കാലത്ത് 1, 2, 3, 4 അങ്ങനെ അടുപ്പിച്ച് ഒരേപോലെ പ്രശ്നം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പ്രശ്നം വന്ന് പള്ളിയിലെ വലിയ ആളുകളാണ്, പള്ളിയിൽ ഭക്ഷണം കൊടുക്കുന്നവരാണ്, പ്രാർത്ഥിക്കാൻ എൻ്റെ അമ്മ മുമ്പിലാണ്. ഇതൊക്കെയായിട്ടും പ്രശ്നം വന്നപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു അവർക്ക് ശാപമാണെന്ന്. അങ്ങനെ തന്നെയാണ് പറഞ്ഞു. അന്നേരം ഒന്നും ആരും പ്രാർത്ഥിക്കാൻ വന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതിലൊന്നും അല്ലല്ലോ കാര്യം ഇരിക്കുന്നതെന്ന്. അങ്ങനെയാണ് നമ്മൾ വചനത്തിലേക്ക് ആത്മാവിൽ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥിരപ്പെടുത്താൻ. ദൈവമല്ലാതെ വേറെ ആരുമില്ല. ദൈവമുണ്ടെങ്കിൽ ആളുകൾ കയറി വരും. അപ്പം ദൈവമല്ല പിശാചാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരുകൾ കയറാം. അങ്ങനെ ആയപ്പോൾ നമ്മൾ ആത്മാവിൽ ബലപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയ്ക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അമ്മ എപ്പോഴും ചെടി നടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ കഷ്ടകാല സമയത്തും നമ്മൾ വീടിനകത്ത് ചുറ്റും 4 വശത്തും ചെടികളാണ്. അതിന് വെള്ളം ഒഴിക്കുക, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്മ ഒഴിക്കുക. അമ്മയ്ക്കൊരു റിക്രിയേഷൻ പോലെയാണ്. അങ്ങനെ ഈ പ്രയാസ സമയത്ത് ആരും കയറാത്തപ്പോഴും
നമ്മൾ വീടിന് പുറത്ത് നോക്കിയാൽ നല്ല ഭംഗിയാണ്, നല്ല ചെടിയും പൂക്കളുമായിട്ട്. അകത്ത് ഒന്നിൻ്റെ പുറത്ത് എൻ്റെ ഫാദർ മരിക്കാൻ പോകുന്നു, എനിക്ക് അസുഖമായിരുന്നു, എൻ്റെ ബ്രദറിന് പ്രശ്നമുണ്ട്, എൻ്റെ വീട്ടിലില്ലാത്ത പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറമേ വെച്ച് നോക്കിയാൽ ഒരു കുഴപ്പമില്ലാണ് അമ്മ എന്ന് ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട്. അപ്പോൾ ഒരാൾ വീട്ടിൽ കയറി വെച്ച് ഈ വീട് കണ്ട ഒട്ടും പ്രശ്നം തോന്നിക്കത്തില്ലല്ലോ. കാരണം എന്താ, ജീവനുള്ള ചെടികളെല്ലാം പൂത്തൊലഞ്ഞ് നിൽപ്പുണ്ട്, പക്ഷെ വീട്ടിൽ പ്രശ്നം. പക്ഷേ അമ്മയുടെ ഒറ്റ ദൃഢനിശ്ചയം കൊണ്ട് അമ്മ പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥന പഠിച്ചത് തന്നെ. പ്രാർത്ഥിച്ച് എല്ലാ പിശാചുക്കളും ഒരു ദിവസം ഞങ്ങൾ കണ്ടു. അവന്മാർ വലിയ ലോറി കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ ഡിപ്പോസിറ്റ് ചെയ്ത അവൻ്റെ സകല സാധനം പെറുക്കിയെടുത്ത് വേറെ കണ്ടോട്ട് പോകുന്നു. ഞങ്ങൾ കണ്ടതാണ് ആത്മാവിൽ. ഇതൊക്കെ ചിലർക്ക് തോന്നും ചുമ്മാന്ന്, ഇതൊക്കെ അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ പ്രയാസമുള്ള കുടുംബങ്ങൾക്ക്. പിന്നെ അതുപോലെ ഒരു ഭാരം ഉണ്ടായിട്ടില്ല. അമ്മയുടെ അമ്മ മരിക്കുന്നിടം വരെയും അമ്മയെ ദൈവം ഉന്നതമായി നടത്തി. എല്ലാം റോയലായിട്ട് അമ്മയുടെ മരണം. അമ്മ അമേരിക്ക വെച്ചാണ് മരിച്ചിട്ട് അമ്മ അവിടുന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പുത്തൻകാവിലാണ് ഞങ്ങളുടെ അമ്മയെ അടക്കിയത്. എത്ര മനോഹരമായിട്ട് അമ്മയുടെ ജീവിതം പൂത്തുലഞ്ഞ് നിൽക്കുന്ന വൃക്ഷം പോലെ അമ്മ ജീവിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഒന്ന് മനസ്സിലായി, എത്ര പ്രശ്നമുണ്ടെങ്കിലും ഉറച്ചു പ്രാർത്ഥിച്ചാൽ മാറുമെന്നും ഒരാരും വിളിച്ചില്ലെങ്കിലും നമ്മൾ തന്നെ പ്രാർത്ഥിച്ചാലും കേൾക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ടായി. നമ്മൾ തന്നെ പ്രാർത്ഥിക്കാൻ കഴിവുണ്ടാകണം. ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് കൃപയുള്ളവരുണ്ടെങ്കിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക. പക്ഷേ യു നീഡ് മണി ഫോർ ദാറ്റ്. പണമില്ലാതെ ഇതൊന്നും നടക്കൂല. അതിലൊക്കെ എളുപ്പമല്ലേ ഈ വേദപുസ്തകത്തിലെ വചനം. ഇപ്പോഴാണ് ഈ ദൂതുകൾ എത്രയോ വചനം, ഇപ്പോൾ എൻ്റെ തന്നെ വചനം പല പ്രാവശ്യം റിപ്പീറ്റഡ് ഇട്ടാൽ അതിൽ കൂടെ ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആത്മീയ വചനമാണ്, അതിന് ജീവനുണ്ട്, അത് പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഐക്യതയാണ് നമുക്ക് ആദ്യം വരുന്നത്. അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴല്ലോ കർത്താവേ, കഷ്ടത്തിൻ്റെ നടുക്ക് നിന്നോട് നമ്മൾ ദൈവത്തിൻ്റെ സ്തുതിക്കാൻ തുടങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു, വചനത്തിൽ കൂടെയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. അപ്പോൾ അനുഗ്രഹവും ശാപവും വാഗൊണ്ടാണ് ചെയ്യുന്നത്, പിന്നാണ് പ്രവൃത്തി. ഇപ്പം നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാറില്ല, നമ്മൾ അതിനുള്ള ആളുകളെ കണ്ടുപിടിക്കും. അത് ചെയ്യുന്ന മന്ത്രവാദികളോ അല്ലെങ്കിൽ അവരുടെ കൂട്ടമെന്ന് എനിക്കറിഞ്ഞുകൂടാ, അവരെ കൊണ്ട് കണ്ടിച്ച് അവർ ചെയ്യിപ്പിക്കും. എന്നിട്ട് അത് ചെയ്തില്ലയോ എന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് അഴുക്ക് വരുന്നതും കാണാം. പക്ഷെ നന്മ ചെയ്യാൻ നമ്മളതുപോലെ ഉത്സാഹിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടുകാരത് ചെയ്യണം. അപ്പോൾ ഡെലിവറൻസ് മിനിസ്ട്രിയിൽ ഒരു പ്രധാന ഘടകമാണ് ശാപവും അനുഗ്രഹവും നാവിൽ വന്ന് വരുന്നത്. എന്നാൽ നമുക്കെതിരായിട്ട് നമുക്ക് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുകയും നമുക്കുള്ളതിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതുകൂടെ തന്നെ നമുക്കെതിരായിട്ട് വരുന്ന ദുഷ്ടനെ ശപിക്കാനും അവകാശമുണ്ട്. അതൊരു അവകാശമാണ്, എടുക്കണം. യേശുക്രിസ്തു പോലും ശപിക്കുന്നുണ്ട്. ദൈവത്തിനല്ലാത്തവരെ ശപിക്കുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തി തുടങ്ങിയിട്ടുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞപ്പം ദൈവം അബ്രഹാമിനെ വിളിച്ച് 7 ഫോൾഡ് ബ്ലെസ്സിങ് കൊടുത്തതിൽ 6ാമത്തേത് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന്. നിന്നെ ശപിക്കുന്നവരെ അബ്രഹാമെ നീ ശപിക്കുന്നല്ല പറഞ്ഞത്, നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കുമെന്ന്. അപ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാണെങ്കിൽ നമ്മളെ കൊണ്ട് ചിലപ്പോൾ ശാപം അയപ്പിക്കും. കാരണം ആ ദുരാത്മാവിനെ വെട്ടിമാറ്റാനുള്ള ശക്തി നമ്മുടെ മേലുണ്ട്. അത് ഈ ആവർത്തന പുസ്തകം 27:11 അങ്ങനെ ഒരു ഭാഗം എഴുതി വെച്ചിരിക്കുന്നത് എന്നെ വല്ലാതെ ടച്ച് ചെയ്തിരുന്നു. അന്ന് മോശ ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ യോർദാൻ കടന്ന ശേഷം, അപ്പോൾ യോർദാൻ്റെ അപ്പുറത്ത് പോയി, യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ഗെരിസീം പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവർ ശിമെയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, യോസഫ്, ബെന്യാമിൻ, ഈ 6 കൂട്ടരെ ഒരു മലയുടെ മുകളിൽ നിന്ന് അനുഗ്രഹിക്കണം. എന്നാൽ ശപിക്കാൻ ഏബാൻ പർവ്വതത്തിൽ നിൽക്കേണ്ടവരോ രൂബേൻ, ഗാദ്, ആശേർ, സെബുലൂൻ, ദാന്, നഫ്താലി, ഈ 6 കൂട്ടരെ ഏബാൻ മലയുടെ പുറത്ത് നിന്ന് ശപിക്കണം. ആര്? ദുഷ്ടന്. അന്ന് മനുഷ്യരെ ആയിരിക്കണം, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ലേവ്യർ എല്ലാ ഇസ്രായേലിനോടും വിളിച്ചു പറഞ്ഞത്, യഹോവയ്ക്ക് വെറുപ്പായ വല്ല വിഗ്രഹമോ വല്ല കൊത്തിയോ വാർത്തോ ഉള്ളത് രഹസ്യത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നീ ശപിക്കപ്പെട്ടവൻ. വിഗ്രഹാരാധന ദൈവത്തിന് ഇഷ്ടമില്ല. കാരണം ഇത് ആത്മീക തലമാണ്. നിന്റെ അന്തരാത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ഒന്നിച്ചാകുമ്പം നമുക്കറിയാം നമുക്ക് ജീവനുണ്ടെന്ന്. ജീവനുള്ളവരെ കാണുമ്പോഴും മരിച്ചവരെ കാണുമ്പോൾ എനിക്കറിയാം, എനിക്ക് വ്യക്തമായിട്ടറിയോ ജീവനില്ലാത്തവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. എങ്ങനെ നമുക്ക് പറഞ്ഞാൽ ഇവരൊന്നും മനസ്സിലാക്കില്ല. പക്ഷെ ജീവനെ കൊടുക്കുന്ന ദൈവം വെളിച്ചമയച്ച് ജീവൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, വേദപുസ്തകത്തിൽ തന്നെ യേശുക്രിസ്തു അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടി വന്ന് നിന്നേച്ച് ഒരൊറ്റ ഫലമില്ലാഞ്ഞിട്ട് അതിനെ ശപിക്കുന്നെന്ന് കാണുന്നുണ്ട്. മുഴുവൻ ഇലയാണ്, നിറച്ച ഇലയാണ്.
അത് കണ്ടപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി ഇതേലും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ യേശു അതിനെ ശപിച്ചതായിട്ട് ഒരു ഭാഗത്ത് വായിക്കുന്നു. എന്നാൽ പഴയ നിയമത്തിൽ നമ്മളിപ്പോൾ ആവർത്തന പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 11-ാം വാക്യം തൊട്ട് 6 ഗോത്രത്തെ ഒരു മലമേലും വേറൊരു ഗോത്രത്തെ വേറെ 6 ഗോത്രത്തെ മറ്റേ മലയിൽ ഇടതും വലതും നിർത്തിക്കൊണ്ട് ഒരു കൂട്ടർ അനുഗ്രഹിക്കുകയും ഒരു കൂട്ടർ ശപിക്കുകയും ചെയ്തു. അപ്പോൾ ആത്മീയ ഗോളത്തിൽ നോക്കുമ്പം വായുമണ്ഡലത്തിൽ സ്വർഗമണ്ഡലത്തിലൊരു യുദ്ധമാണ്. ഒരു കൂട്ടർ അനുഗ്രഹിക്കുമ്പോൾ ദൈവമക്കൾക്ക് അനുഗ്രഹം വരുന്നു. ഒരു കൂട്ടർ മാറി നിന്ന് 6 കൂട്ടർ ഒരാറൊരു മലയുടെ നിന്ന് ശപിക്കുമ്പോൾ ദുഷ്ടൻ്റെ ശക്തികൾ ഇല്ലാതാകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഇസ്രായേൽ ജനത അവിടെ ജീവിച്ചു. ഇന്നും അവരെ ഉപദ്രവിക്കാൻ ആളുകളുണ്ട്. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു ജാതി ആയതുകൊണ്ട് അവരുടെ നന്മ കൊണ്ടൊന്നുമല്ല പച്ച, ദൈവം നീ തിരഞ്ഞെടുത്തത് കൊണ്ട് അവരിന്നും അവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവരെ ഇല്ലാതാക്കാനേ ഉള്ളൂ. ദൈവത്തിൻ്റെ മഹാശക്തിക്ക് മുൻപിൽ ആർക്കും കാലാകാലങ്ങളിൽ നിൻ്റെ ശക്തി ലോകശക്തിയെക്കാട്ടി വലുതെന്ന് നീ കാണിച്ചു കഴിഞ്ഞു. ദുഷ്ടശക്തിക്ക് ഒരു സ്ഥാനമില്ല. നീ സൃഷ്ടിച്ച ദുഷ്ടൻ്റെ ശക്തിയെ എടുത്തു മാറ്റാൻ നിനക്കൊരു നിമിഷം മതി. അതുകൊണ്ട് കർത്താവേ, വേഗം വരണമേ, വേഗം വരണമേ. ആ വരുന്നിടം വരെ ആത്മാവിൽ ഉറച്ചു നിന്ന് നിനക്ക് വേണ്ടി വചനം പറയാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിൻ്റെ രാജ്യം സൃഷ്ടിക്കാൻ ഞങ്ങളെ, സ്വർഗരാജ്യം ഭൂമിയിലുണ്ടാക്കുവാൻ, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശക്തമായിട്ട് നിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാനും അത് അനേകർക്ക് വെളിച്ചമായി ഇരുട്ടിൽ വെളിച്ചമുണ്ടാകത്തക്കവണ്ണം ഇടയാക്കണമേ. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.